ഹലോ ഗായ്സ്, ആഗം ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ നവംബർ 14 ചാച്ചാ നെഹ്റു ഒക്കെയാണ് അല്ലേ. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചാച്ചാജി തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഒരു റോസാപ്പൂവൊക്കെ കുത്തിക്കൊണ്ട് നടന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അപ്പോൾ ഇവിടുത്തെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് May 10 മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം യുണിസെഫുമായി ചേർന്നിട്ട് May 10 ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഈ ഒരു ഐലൻഡിൽ നടന്ന ആ ഒരു ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവരെങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐലൻഡിലുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ്, അതായത് നമ്മുടെ ഹെൽത്ത് സെൻറ്റേഴ്സ്, സ്കൂളുകൾ, അതുപോലെ ഇവിടെയുള്ള ഫെനക്ക എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ ഇവിടെയുള്ള കൗൺസിൽ, അങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ചേർന്നിട്ട് ധാരാളം ഗെയിമുകൾ ഓർഗനൈസ് ചെയ്യുകയും കുറേ സ്റ്റാളുകൾ ഉണ്ടാക്കുകയും ആ സ്റ്റാളുകളിൽ കുട്ടികൾക്ക് ചെന്നിട്ട് ആ ഗെയിംസ് കളിക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് അവർക്ക് പ്രൈസസ് വിൻ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് ഈ ഇവിടെ നടക്കുന്ന ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് റഷ് ആയിരുന്നു, ധാരാളം കുട്ടികളുണ്ടായിരുന്നു, അവരുടെ പാരൻസ് എല്ലാവരും, അതായത് ഈ ഒരു ഐലൻഡിൻ്റെ ഒരു ആഘോഷം പോലെയായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് May 10 നടക്കേണ്ട ആ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മളുടെ ഐലൻഡിൽ കുറച്ച് മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ സ്റ്റാളുകളൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഈ ഒരു കഴിഞ്ഞ ദിവസമാണ് ആ ഒരു പരിപാടി ഇവിടെ നടത്തിയത്. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ ആ ഒരു ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷനിലേക്ക് പോകാം. നമ്മുടെ പോർട്ടിൻ്റെ ഭാഗത്തായിട്ടാണ് കൗൺസിൽ സ്റ്റാൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അതിൻ്റെ പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ. വൈകിട്ട് 4:30 ആകുമ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ആ സമയമായപ്പോഴേക്കും ഐലൻഡിലുള്ള എല്ലാ കുട്ടികളും ആൾക്കാരും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു സ്റ്റാൾ എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റാളിൽ ബലൂൺ ഷൂട്ടിംഗ് ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാഡർ പോലെ കുട്ടികളെ കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണിത്. എനിക്ക് ഇവിടെ ആയിരുന്നു കേട്ടോ ഡ്യൂട്ടി. സംഭവം എന്തായാലും നല്ല രസമായിട്ടുണ്ട്. അതിനിടയിൽ ഏഞ്ചൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളുടെ ഒരു ടീച്ചർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വലിയ രസമായിട്ട് തോന്നി. കുട്ടികളൊക്കെ ആ ടീച്ചറുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ തന്നെ ബോട്ടിൽ പസിൽസും അതുപോലെ തന്നെ ബോട്ടിൽ ഫ്ലിപ്പും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗെയിംസ് കൂടെ നമ്മളുടെ സ്റ്റാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഈ കാണുന്ന പെയിൻറ്റിംഗ് ആയിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന സമയത്ത് പാരൻസിന് വേണ്ടിയിട്ടും ചെറിയൊരു ഗെയിം അവിടെ ഉണ്ടായിരുന്നു. കസേര കളിയായിരുന്നു സംഭവം. അപ്പോൾ പാരൻസ് ഒക്കെ ആ കസേര കളിയുടെ തിരക്കിലായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോൾ കാണാം. ഹോസ്പിറ്റൽ ടീമിൻ്റെ സ്റ്റോളാണ് ഇത്. കയറി ചെല്ലുമ്പോൾ തന്നെ അക്ഷയ് റിംഗ് ടോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ടെസ്റ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അവൻ എന്നെ നേരെ ബീൻ ബാഗിൻ്റെ ഗെയിമിൻ്റെ സെഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഒന്ന് കളിച്ചു നോക്കണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിട്ടോ. അങ്ങനെ അവസരം മുതലെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ അവിടെ ഉദ്ഘാടന പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്റ്റാളിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോട്ടിൽ ഫ്ലിപ്പ് പോലുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബാഡ്മിൻ്റൺ ഗെയിം ഉണ്ടായിരുന്നു. ബലൂൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലാസിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു. സ്റ്റോളിലുള്ളവരെല്ലാവരും നമ്മളുടെ നല്ല അടുത്ത കൂട്ടുകാരായിരുന്നു കേട്ടോ. ജിപ്സേച്ചിയും പോഷേച്ചിയും സോണിയേച്ചിയും ഋഷിമോനും അക്ഷയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു.
ഈ കാണുന്നത് ഫെനക്കയുടെ ഒരു സ്റ്റാളാണ്. ഫെനക്ക എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ ഫിഷിങ്ങും ഒരു പാരറ്റ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോൾ അടിക്കുന്ന ഒരു ഗെയിമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് പോലീസിൻ്റെ ആ ഒരു സ്റ്റോളിലേക്കാണ്. പോലീസിൻ്റെ സ്റ്റോളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ യൂണിഫോമൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും അവിടെയുള്ള പോലീസ് വാഹനത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അവർ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന അവസാനത്തെ സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത് കൗൺസിലിൻ്റേതാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഗെയിമുണ്ട്. പക്ഷേ ആ ഗെയിം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ കസേര കളിയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ കളർ പസിൽസും ഒക്കെ ഇവിടെയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഗെയിം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം ആ ബോൾ കറക്റ്റായി കൊണ്ടുപോയിട്ട് ആ കാണുന്ന ഹോൾസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രൈസ് കിട്ടും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനൊരു ആഘോഷം എന്തായാലും അടിപൊളിയാണല്ലേ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പറ്റിയത്. നിങ്ങൾക്കിത് ഇഷ്ടമായോ? അങ്ങനെ 6 മണിയൊക്കെ ആയപ്പോഴേക്കും പരിപാടിയൊക്കെ അവസാനിച്ചു. ഇനി കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.